ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഥവാ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇടക്കാല ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെയും വന്നിട്ടുള്ളത്. UDF ഭരണകാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാറും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് അജയ് തറയിലും അടങ്ങുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ കൊടിമര പുനർനിർമ്മാണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതെല്ലാം പരിശോധിച്ച കോടതിയാണ് പ്രഥമ ദൃഷ്ട്യാ ആ കാര്യങ്ങൾ നിലനിൽക്കുന്നതാണ്, ഇത് സംബന്ധിച്ച പരിശോധന പല രൂപത്തിൽ വേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവ് പുറത്തു വരികയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നു. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനകം പൂർത്തിയാക്കണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. സ്വർണം സംഭാവന ചെയ്തവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, വളരെ സുപ്രധാനമായ വിവരങ്ങളാണ്. കോൺഗ്രസ് ഭരണസമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2014 ഈ കൊടിമരം പുനർനിർമ്മിക്കുന്നത്. വലിയ ആക്ഷേപങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇങ്ങോട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണോ സുപ്രധാന ഇടപെടൽ ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? അതെ ശരത്ത്, ഇത് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അന്വേഷണ പുരോഗതി ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഈ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച കാര്യങ്ങളും SIT ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ച്, ഇപ്പോൾ ഈ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സാമ്പത്തിക ചട്ടങ്ങളും ഈ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിൽ ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നു. കോടതി നിരീക്ഷിച്ചിരിക്കുന്നു എന്നാണോ? അതെ, അങ്ങനെ തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. സാമ്പത്തിക ചട്ടങ്ങളും പാലിച്ചില്ല എന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പിരിവ് നടത്തിയതുമായി ഇതിന്റെ ആവശ്യത്തിലേക്കായി അന്നത്തെ ഭരണസമിതി നടത്തിയ പിരിവും അതിലൂടെ സമാഹരിച്ച പണവും ഇതിലെല്ലാം സാമ്പത്തിക ചട്ടങ്ങൾ പാലിച്ചില്ല എന്നാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു, ഒപ്പം സാമ്പത്തിക ചട്ടങ്ങളും പാലിച്ചില്ല. ഈ രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഈ ഉത്തരവിലുണ്ട്. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവന നൽകിയവരുടെ മൊഴിയെടുക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. കൊടിമര പുനഃപ്രതിഷ്ഠ ക്രമക്കേടുണ്ട് എന്ന് ആണ് ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് എന്നാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചീഫ് വിജിലൻസ് ഓഫീസർ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അതെ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഈ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച് ക്രമക്കേടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ എന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നു. അതുകൊണ്ട് അഴിമതി നിരോധന നിയമം, ക്രിമിനൽ നിയമവും അനുസരിച്ച് കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് കോടതി പറയുന്നത്. ഇതിൽ കോടതി എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വതന്ത്ര വിജിലൻസ് അന്വേഷണവും ഉചിതമാണ് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർക്ക് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ 2016 ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് മുതലുള്ള രേഖകൾ പരിശോധിക്കണം എന്നുള്ളതാണ്. അതായത് അക്കാലത്ത് UDF നേതാക്കളാണ് ഈ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ രേഖകൾ മുതൽ പരിശോധിക്കണം. ഈ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനകം പൂർത്തിയാക്കണം എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണം. സ്വർണം സംഭാവന ചെയ്തവരുടെ മൊഴി രേഖപ്പെടുത്തണം. വീണ്ടും ശാസ്ത്രീയ അന്വേഷണം നടത്താം എന്നും ഹൈക്കോടതി ഇപ്പോൾ പറയുന്നുണ്ട്. അത് സ്വർണ്ണപ്പാളി, കട്ടളപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട നേരത്തെ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടന്നതാണ്. അതിന് തുടർച്ചയായി കോടതി പറയുന്നത് എക്സ്റേ, ഫ്ലൂറോസെൻസ്, സ്പെക്ട്രോസ്കോപ്പി പരിശോധനയടക്കം നടത്തും എന്നാണ് കോടതി പറയുന്നത്. ഈ ICP, MS, OES പരിശോധനകൾ നടത്തും. അത് സാങ്കേതികമാണ്. അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. ആദ്യ പാളികളും നിലവിലെ പാളികളും തമ്മിൽ ശാസ്ത്രീയ താരതമ്യ പരിശോധനയ്ക്ക് കോടതി അനുമതി നൽകുന്നുണ്ട്. ഒപ്പം ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് ലഭിച്ച സ്വർണത്തിന്റെ അളവ് അത് തിട്ടപ്പെടുത്തണം എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ദേവസ്വം മാനുവൽ അനുസരിച്ചാണോ തയ്യാറാക്കിയത് എന്ന് പരിശോധിക്കണം എന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം 262 സാക്ഷികളുടെ മൊഴിയെടുത്തു എന്ന് SITയും ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ SITയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഫെബ്രുവരി 19 കോടതി ഈ കേസ് പരിഗണിക്കുന്നത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട
തുടർ അന്വേഷണത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് SIT കോടതി അറിയിക്കും. ഏറ്റവും പ്രധാന കാര്യം ഈ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച് അതിൽ വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിൽ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ദേവസ്വം മാനൽ ലംഘിക്കപ്പെട്ടു, സാമ്പത്തിക ചട്ടങ്ങളും. അതെ ഉമേഷ്, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഉമേഷ് അത് വ്യക്തമായി സൂചിപ്പിച്ചു. ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണവും അതേ തുടർന്നുള്ള പുനഃപ്രതിഷ്ഠയും അതുമായി ബന്ധപ്പെട്ടാണ് വലിയ സംശയങ്ങൾ, ആ കാലയളവിൽ നടന്നതുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങളാണ് കോടതിക്ക് പ്രാഥമികമായി വന്നിട്ടുള്ളത്. അവിടെയാണ് അന്വേഷണത്തിന് കേസെടുത്ത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉമേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം 2013 ആന്റോ ആന്റണിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മറ്റൊരു മുഖ്യപ്രതിയായിട്ടുള്ള ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ടത്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനെ ആ ചിത്രത്തിൽ കാണാം. 2013 എന്ന് വെച്ചാൽ ദീർഘകാലത്തെ ഒരു ബന്ധത്തിൻ്റെ വ്യക്തമായ തെളിവായി ആ ചിത്രങ്ങൾ ഇന്നും മാറിയിരിക്കുന്നു. കാരണം ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവായ ആന്റോ തന്നെയാണ്. 2013 അത് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞതിന് കടകവിരുദ്ധമാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് അദ്ദേഹം MP ആയതിനു ശേഷമാണ് എന്നാണ്. പക്ഷേ ഈ 2013 അടൂർ പ്രകാശ് എന്ന് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. അപ്പോൾ 2013 ശേഷം 2014, 15, 16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലയളവ്, ഈ കാലയളവിൽ പിന്നീട് വന്ന ദേവസ്വം ബോർഡ്, പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, സംസ്ഥാനത്തെ അജയ് തറയിൽ ആ ബോർഡ് അംഗം, ഇവരാണ് ഈ കാലയളവിൽ ഈ പറഞ്ഞ കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണവും അതേ തുടർന്ന് പുനഃപ്രതിഷ്ഠയും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കോടതി പറയുന്നത്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത് വിജിലൻസ് ഇക്കാര്യം അന്വേഷിക്കണം എന്നാണോ? അതായത് ഇപ്പോൾ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ചുമതല, അവരുടെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾക്കൊപ്പം ഇതുകൂടി നൽകാതെ വിജിലൻസിനോട് അന്വേഷിച്ച് 1 മാസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണോ പറഞ്ഞിരിക്കുന്നത്? വിജിലൻസിന് തന്നെയാണ്, SITക്കല്ല, വിജിലൻസിനാണ് ആ ചുമതല എന്നാണോ? അതെ, ഇതിൽ കോടതി അത് പറഞ്ഞിരിക്കുകയാണ്. അതായത് കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച ക്രമക്കേടുണ്ട് എന്ന് ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് അഴിമതി നിരോധനം, ക്രിമിനൽ നിയമം അനുസരിച്ച് കേസെടുക്കണം. അതിൽ സ്വതന്ത്ര വിജിലൻസ് അന്വേഷണം തന്നെയാണ് ഉചിതം എന്നാണ് കോടതി ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ആ സാഹചര്യത്തിലാണ് പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ 30 ദിവസത്തിനകം ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. പക്ഷേ ആ കാലയളവിൽ സ്പോൺസർ എന്ന പദവിയിലേക്ക് എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് ഈ കാലയളവിലല്ലേ? ഈ കൊടിമരത്തിന് വേണ്ടിയും സ്വർണം ഭക്തരിലൂടെ സമാഹരിച്ചത് സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നോ അന്നും? അതെ, അദ്ദേഹം 2014 മുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അക്കാലത്ത് തന്നെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിച്ചിരുന്നത് ഈ കാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാലത്ത് ഉൾപ്പെടെ നടന്ന ഈ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച് വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ കൂടുതൽ പേർ പ്രതികളായേക്കും എന്ന സൂചനകളും ഈ കോടതി ഉത്തരവിൽ വരുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്കൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നത് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി ഇത് വിജിലൻസ് അന്വേഷിക്കുന്നതാണ് ഉചിതം എന്നാണ് ഹൈക്കോടതി ഈ ദേവസ്വം ബെഞ്ച്. ഈ കൊടിമരത്തിന് വേണ്ടി അക്കാലത്ത് വ്യാപകമായ പിരിവ് നടത്തിയിരുന്നു. അതിൻ്റെതായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെയും മറ്റും പണം നീക്കിവെക്കൽ ഒക്കെ ഉണ്ടായിട്ടും സ്പോൺസറെ കണ്ടെത്തുന്നു, ഇപ്പുറത്തുകൂടി വലിയ പിരിവ് നടത്തുന്നു. അങ്ങനെ കോടികളുടെ ഒരു വലിയ ഇടപാടായിരുന്നില്ലേ അന്ന് കൊടിമരത്തിൻ്റെ പേരിൽ, ആ പുനർനിർമ്മാണത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയുടെയും പേരിൽ നടന്നത്? അതെ, അന്ന് വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അന്ന് അക്കാലത്ത് ഈ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ഒക്കെ ചുമതലയുണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ കോൺക്രീറ്റ് കൊടിമരം അത് ചിതലരിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത്. അത് ഈ കോൺക്രീറ്റ് കൊടിമരമായിട്ടും എങ്ങനെ ചിതലരിച്ചു എന്നുള്ള വാദം ഉന്നയിച്ചു എന്നൊക്കെ നേരത്തെ അജയ് തറയിലിനോടക്കം ചോദിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും അദ്ദേഹം വ്യക്തമായ മറുപടി പറയാൻ അന്ന് അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ചിതലരിച്ചു എന്ന വാദമൊക്കെ ഉന്നയിച്ച് അത് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടി അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഈ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഉൾപ്പെട്ട ഭരണസമിതി അത് തീരുമാനിക്കുന്നു. പഴയ കൊടിമരത്തിൽ നിന്ന് മാറ്റിയ വാജിവാഹനം അടക്കം തന്ത്രി കണ്ഠര് രാജീവർ ഉൾപ്പെടെ കൈമാറുന്നു. ഇതിൽ തന്നെ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ വേണ്ടി കോടതി തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്.